Good morning, dear children. Our first semester exam is over. Did you write the exam very well? All of you wrote well. Okay, let's start our second semester. Our first chapter is decimals. In the first semester, we already learned about fractions. In this chapter, we are studying about decimals that are related with the fraction. Fraction and decimals are related. നിങ്ങൾ കഴിഞ്ഞ വർഷവും ഡെസിമൽസ് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. In the first section here, page 84, that is refresh and recall section. Find the equivalent fractions of the following. അവിടെ equivalent fractions കണ്ടുപിടിക്കാനാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ 2/3ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ, അവിടെ ഡിനോമിനേറ്റർ 30 തന്നിട്ടുണ്ട്, ന്യൂമറേറ്റർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. 2/3 2/3ക്ക് ഈക്വലൻ്റ് ആയിട്ട് 3ക്ക് പകരം ഇവിടെ 30 തന്നിട്ടുണ്ട്, ന്യൂമറേറ്റർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 3 × 10 ആണ് 30. അപ്പോൾ 2വിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 20 കിട്ടി അല്ലേ. അപ്പോൾ 2/3ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷനാണ് 20/30. അത് നെക്സ്റ്റ് 4/7. 4/7ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ, ന്യൂമറേറ്റർ 28 തന്നിട്ടുണ്ട്, ഡിനോമിനേറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ 4/7 അതിന് ഈക്വലൻ്റ് ആയിട്ട് 28 തന്നിട്ടുണ്ട്. 4 × 7 ആണ് 28. അപ്പോൾ 7 × 7 എത്ര വരും? 49. സി 7/12. 12ൻ്റെ ഈക്വലൻ്റ് ആയിട്ട് 60 തന്നിട്ടുണ്ട്. 12 × 5 ആണ് 60. അപ്പോൾ 7 × 5 35 വരും. അപ്പോൾ 7/12ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷനാണ് 35/60. നെക്സ്റ്റ് 5/9. 9 × 4 ആണ് 36. നമുക്ക് 36 തന്നിട്ടുണ്ട് ഡിനോമിനേറ്റർ. നെക്സ്റ്റ് ന്യൂമറേറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9 × 4 36 ആയതിനാൽ 5 × 4 20 ആൻസർ. നെക്സ്റ്റ് റൈറ്റ് ദ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് വിത്ത് 100 ആസ് ദ ഡിനോമിനേറ്റർ. നമുക്ക് ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, ആ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററിനെ 100 ആക്കി മാറ്റണം. അപ്പോൾ 4/5. ഈ 5ൻ്റെ സ്ഥാനത്ത് എത്ര വരണം? 100 വരണം അല്ലേ. ആ രൂപത്തിൽ നമ്മൾ ആൻസർ എഴുതണം. അപ്പോൾ 5 × എത്രയാണ്? 100. 5 × 20 ആണ് 100. അപ്പോൾ ന്യൂമറേറ്ററിനെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 80/100. നെക്സ്റ്റ് 6/10. 10ന് പകരം ഡിനോമിനേറ്റർ 100 വരണം അല്ലേ. 10 × 10 ആണ് 100. അപ്പോൾ 6 × 10 എത്ര ആൻസർ വരും? 60. നെക്സ്റ്റ് 9/20. 20ക്ക് പകരം 100 വരണം. 20 × 5 ആണ് 100. 9 × 5 45. നെക്സ്റ്റ് 35/50. 50ക്ക് പകരം 100 വന്നു. 50 × 2 ആണ് 100. 35 × 2 എന്ന് പറയുമ്പോൾ 70. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കാര്യങ്ങൾ കഴിഞ്ഞ ലെസണിൽ. അപ്പോൾ അത് ഒന്ന് നമ്മൾ ഓർത്തിരിക്കണം. നെക്സ്റ്റ് ഷെയ്ഡ് ദ സ്ക്വയേഴ്സ് ഇൻ ദ ഗ്രിഡ് ടു ഗെറ്റ് ദ ഗിവൺ ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ കിട്ടുന്നത് പോലെ തന്നിരിക്കുന്ന ഗ്രിഡിൽ അത്രയും കോളങ്ങൾ നമ്മൾ ഷെയ്ഡ് ചെയ്യണം. എത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ? 65/100. 100 കോളംസ് ആണുള്ളത്, അതിൽ 65 എണ്ണം ഷെയ്ഡ് ചെയ്യണം. നെക്സ്റ്റ് അതിൽ നമുക്ക് 100 കോളംസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 8/10 ആണ് അല്ലേ. 8/10. 100 കോളംസ് തന്നിരിക്കുന്നാൽ എന്ത് വേണം? ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ 100 ആക്കി മാറ്റണം, 100ലാക്കണം. അപ്പോൾ 10 × 10 ആണ് 100. അപ്പോൾ 8നെ 10 കൊണ്ട് ചെയ്തു, 80 കിട്ടും. അപ്പോൾ 8/10 എന്നുള്ള ഫ്രാക്ഷനെ നമ്മൾ 80/100 എന്നാക്കി മാറ്റണം. അതിനുശേഷം 80 കോളംസ് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് വാട്ട് ആർ ഡെസിമൽസ്. Look here, in the page 85, here there is one picture of scale ruler അല്ലേ. അതിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് AB അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലൈൻ സെഗ്മെൻറ്റിൻ്റെ നീളം നമ്മൾ നോക്കിയാൽ, അതിൻ്റെ ലെന്ത് നോക്കിയാൽ ആ സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്ററിന് തന്നെ നമ്മൾ ഇവിടെ സ്കെയിലിൽ എണ്ണി നോക്കിയാൽ കാണാം 10
സ്മോൾ ലൈൻസ് ഉണ്ട് അല്ലേ, 1 സെൻറ്റിമീറ്ററിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എന്താണ് 1 മില്ലിമീറ്റർ. അപ്പോൾ 1 സെൻറ്റിമീറ്ററിനെ 10 മില്ലിമീറ്റേഴ്സായി 10 മില്ലിമീറ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പോൾ ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് 6 മില്ലിമീറ്ററും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ നമ്മൾ എന്താ ചെയ്തേണ്ടത്? 4 സെൻറ്റിമീറ്റർ ഉണ്ട്. വീണ്ടും 1 സെൻറ്റിമീറ്ററിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 6 എണ്ണവും കൂടെയുണ്ട്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ 1 സെൻറ്റിമീറ്ററിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 6 ഭാഗവും കൂടെ. അപ്പോൾ ഇതാണ് ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ നീളം. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 4.6 സെൻറ്റിമീറ്റർ. അതായത് 6/10 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് 0.6. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് ഡെസിമൽ. ഇതിന് വായിക്കുന്നത് 4.6. ഓക്കെ, ദെൻ ഈ 4.6നെ 4 and 6/10 അതിന് നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതിയാൽ എന്ത് ചെയ്യാം? നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ 4 and 6/10 എന്ന് എഴുതാം. അല്ലെങ്കിലോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ 46/100 എന്ന് എഴുതാം, 46/10 എന്ന് എഴുതാം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഫ്രാക്ഷൻ, ഈ ഫ്രാക്ഷൻ്റെ ഡെസിമൽ ഫോമാണ് 4.6 സെൻറ്റിമീറ്റർ. ഇവിടെ ഡിനോമിനേറ്റർ 10 ആയതിനാൽ ഒരു ഡെസിമൽ പോയിൻ്റ് ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ 10 അല്ലേ, 0 ഒറ്റ 0 ഉള്ളൂ. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഒരു നമ്പറേ റൈറ്റ് സൈഡിൽ ഉണ്ടാകാവുള്ളൂ. ഇതിന് നമുക്ക് 100 ഡിനോമിനേറ്റർ 100 ആകുന്ന പോലെ എഴുതിയാലോ, ഇൻറ്റു 10 ഇൻറ്റു 10. അപ്പോൾ എത്ര വരും? 460/100. ഓക്കെ, ഇതെല്ലാം ഈക്വൽ ഫ്രാക്ഷനാണ്. 46/10 എന്ന് പറഞ്ഞാലും 460/100 എന്ന് പറഞ്ഞാലും ഈക്വലാണ്. അതിൻ്റെ ഡെസിമൽ ആണ് 4.6. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ പോയിൻ്റ് എഴുതിയാൽ എങ്ങനെ വരും? 2 0 ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം നമ്മൾ സ്ഥാനം വേണം. ഇവിടെ 2 എണ്ണങ്ങളാണ് 1 2. അപ്പോൾ ആൻസർ എത്ര വരും? 4.60. ഓക്കെ, ഇനി അവിടെ മറ്റൊരു കാര്യം, ഇവിടെ ഇത് 46/10 460/100 ഈക്വലൻ്റ് ഫ്രാക്ഷൻ ആണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ 4.6 46/10 ഡെസിമലാണ് 4.6. 460/100 ഡെസിമലാണ് 4.60. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ ഇതും ഈക്വൽ ആയിരിക്കണമല്ലോ. അപ്പോൾ ഹിയർ 4.6 ഈക്വൽ 4.60. ഇവിടെ നോക്കിക്കുക, ഇവിടെ 4.6 ഉള്ളൂ, ഇവിടെ 4.60 ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈക്വൽ ആയത്? ഒരു ഡെസിമൽ നമ്പർ, ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പർ എത്രയെങ്കിലും നമ്പർ കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഏറ്റവും വലത്തെ അറ്റത്ത് 0 ഇട്ടാൽ ആ ഡെസിമൽ നമ്പറിൽ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ 4.6ഉം 4.60 അത് ഈക്വലാണ്. ഇനി 4.600 ഒരു 0 ഇട്ടാലും എല്ലാം ഈക്വലാണ്. അപ്പോൾ ഈ ഡെസിമൽ കഴിഞ്ഞിട്ട് നമ്പർ കഴിഞ്ഞ് ഏറ്റവും വലതേ അറ്റത്ത് എത്ര 0 നമ്മൾ ചേർത്താലും ഈ ഡെസിമൽ നമ്പറിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഈക്വലൻ്റ് ഡെസിമൽസാണ്. 4.6 4.60 4.600 ഇതെല്ലാം ഈക്വലൻ്റ് ഡെസിമൽസാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ ഡെസിമൽ ഇത് കഴിഞ്ഞാൽ ഈ നമ്പർ 60 എന്ന് വായിക്കുകയല്ല, ഓരോ ഡിജിറ്റും പെറുക്കി പറയത്തുള്ളൂ. 4.60 4.600 അങ്ങനെ പറയും, ഓരോ ഡിജിറ്റും എഴുതി പറയണം. അപ്പോൾ 28.35 അങ്ങനെ 28 ഇതിന് ചേർത്ത് വായിക്കും. 28.35 28.35 എന്ന് വായിച്ചാൽ തെറ്റാണ്, ശ്രദ്ധിച്ചോണം. 28.35 ഓരോ ഡിജിറ്റിന് പ്രത്യേകം എടുത്തു പറയണം. നെക്സ്റ്റ് നമ്മൾ ഈ ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെയാണ് അബാക്കസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അബാക്കസിൽ സാധാരണ നമ്മൾ നമ്പേഴ്സിനെ അടയാളപ്പെടുത്തുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? യൂണിറ്റ്, 10, 100, 1000 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. ഇനി നമുക്ക് അബാക്കസിൽ അല്ലാത്ത ഡെസിമൽ നമ്പേഴ്സ് ഇപ്പോൾ ഇവിടെ 38.9
32.41. ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഇതിന് നമുക്ക് അബാക്കസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. എന്താണ് 32 എന്ന് പറയുന്നത് 2 യൂണിറ്റിൻ്റെ പ്ലേസിൽ 3 ടെൻസിൻ്റെ പ്ലേസിൽ. പിന്നെ എന്താണ് 44.1 എന്ന് പറയുന്നത് ഡെസിമലാണ്. അപ്പോൾ എന്താണ് ഇതിന് നമ്മൾ 10th സ്മോൾ ടി എ എഴുതുകയുള്ളൂ. അതിൻ്റെ മീനിങ് 1/10 എന്നാണ്. നെക്സ്റ്റ് 100 സ്മോൾ എച്ച് എഴുതുകയുള്ളൂ. അതിൻ്റെ മീനിങ് 1/100 എന്നാണ്. ഓക്കെ, ഇങ്ങനെയാണ് അബാക്കസിൽ യൂണിറ്റ് 10, 100, 1000 ഇവിടെ പോകുന്നു. ഇവിടെ 10th വായിക്കുന്നത് എങ്ങനെയാണ്? 10th 100th അത് വരുന്നത് എപ്പോഴും നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതുള്ളൂ. ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഡെസിമലിനെ അബാക്കസിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ആദ്യം നമ്മൾ ഈ പാർട്ട് നമ്മൾ എഴുതും 2 അല്ലേ? യൂണിറ്റിൻ്റെ പ്ലേസിൽ 2, 10th പ്ലേസിൽ 3, 1 2 3. ഇനി ഇത് ആദ്യം ഇവിടെ എന്താണ്? 10th പ്ലേസ്. ഇത് യൂണിറ്റിൻ്റെ പ്ലേസ്, ഇത് ടെൻസിൻ്റെ പ്ലേസ്. ഇനി ഇത് 10th പ്ലേസ്. 10th പ്ലേസിൽ 4 എണ്ണം അല്ലേ? 1 2 3 4. ഇത് 100th പ്ലേസ്. 10th 100th പ്ലേസിൽ 1 ഉണ്ടോ? 10th 1/10, 100th 1/100. ഇവിടെ എക്സർസൈസ് 1.aയിൽ നമുക്ക് അബാക്കസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡെസിമൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, അത് വായിക്കുന്നത് എങ്ങനെയാണെന്നുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പേജ് 90 എക്സർസൈസ് 1aയിൽ ക്വസ്റ്റ്യൻ ബി. അവിടെ നോക്കിക്കേ, യൂണിറ്റിൻ്റെ പ്ലേസിൽ എത്ര എണ്ണമുണ്ട്? എത്ര ഡിജിറ്റ്സ്, എത്ര ബീഡ്സ് ഇട്ടിട്ടുണ്ട്? 3 അല്ലേ? യൂണിറ്റ്സിൻ്റെ പ്ലേസിൽ 3 ഉണ്ട്. ടെൻസിൻ്റെ പ്ലേസിൽ എത്രയുണ്ട്? 5. അപ്പോൾ 53 വന്നു. വീണ്ടും നമുക്ക് പോയിൻ്റ് ഇടണം. 10th പ്ലേസിൽ എത്രയുണ്ട്? 2. 10th പ്ലേസിൽ 2. 100th പ്ലേസിലോ എത്രയുണ്ട്? 7. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെസിമൽ എങ്ങനെ എഴുതുന്നത്? 53.27. വായിക്കുന്നത് എങ്ങനെയാണ്? 53.27. ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതണം. 53.27. ഇതുപോലെയാണ് നമ്മൾ ടെക്സ്റ്റ് എഴുതേണ്ടത്. ഉണ്ടോ? നെക്സ്റ്റ് എങ്ങനെ വരും? യൂണിറ്റിൻ്റെ പ്ലേസിൽ 4, ടെൻസിൻ്റെ പ്ലേസിൽ 4. 44. 10th പ്ലേസിൽ 2. 100th പ്ലേസിൽ ഒന്നുമില്ല, അപ്പോൾ 0. 10th പ്ലേസിൽ 1000th പ്ലേസിൽ 8. അപ്പോൾ എങ്ങനെ എഴുതണ്ടേ? 44.208. വായിക്കുന്നത് എങ്ങനെയാണ്? 44.208. ഓക്കെ. ഡി എങ്ങനെ വരും? യൂണിറ്റിൻ്റെ പ്ലേസിൽ 6, ടെൻസിൻ്റെ പ്ലേസിൽ 0, 100th പ്ലേസിൽ 5. 10th പ്ലേസിൽ 0, 100th പ്ലേസിൽ 3. എങ്ങനെയാണ്? 506.03. നെക്സ്റ്റ് യൂണിറ്റ്സിൻ്റെ പ്ലേസിൽ 3, ടെൻസിൻ്റെ പ്ലേസിൽ 3, 100th പ്ലേസിൽ 0, യൂണിറ്റ്സിൻ്റെ പ്ലേസിൽ 3. നെക്സ്റ്റ് ഡെസിമൽ ഇട്ടു. 10th പ്ലേസിൽ 1, 100th പ്ലേസിൽ 5. എങ്ങനെ വായിക്കുന്നത്? 3033.15. ഓക്കെ. നെക്സ്റ്റ് ഓൺ ദ അബാക്കസ് റെപ്രസെൻറ്റ് ദ ഫോളോയിങ് ഡെസിമൽസ്. ഇപ്പം നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷനിൽ അബാക്കസിൽ ബീഡ്സ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഡെസിമൽ എഴുതി വായിക്കുന്ന വിധമാണ് എഴുതിയത്. ഇനി തിരിച്ച് ഒരു ഡെസിമൽ തന്നിട്ടുണ്ട്, നമ്മളത് അബാക്കസിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അത് ടീച്ചർ ഹോംവർക്ക് തരികയാണ്. എല്ലാവരും നല്ല നീറ്റായിട്ട് പെൻസിൽ കൊണ്ട് ചെയ്താൽ മതി. അതിൽ അബാക്കസിൽ നമ്മൾ ഡെസിമൽ തന്നിരിക്കുന്നത് റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് പ്ലേസ് വാല്യൂ ചാർട്ട് ഫോർ ഡെസിമൽസ്. നമ്മൾ പ്ലേസ് വാല്യൂ ചാർട്ട് സാധാരണ നമ്പേഴ്സിനൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു. ഇനി ഡെസിമൽസിൻ്റെ പ്ലേസ് വാല്യൂ ചാർട്ട്.